ഹലോ. എന്നാലും ഒന്നും കൂടി ഹലോ. അപ്പോൾ ഇന്ന് മുത്തശ്ശീൻ്റെ ഒരു ഹലോ എല്ലാം പറഞ്ഞ് വീഡിയോ തുടങ്ങലാണ്. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ. ഇന്നപ്പോൾ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചപ്പാത്തിയും പനീർ കറി. അത് എന്നെ ഗോതമ്പെല്ലാം സാധാരണ മാവ് കഴിക്കുന്ന മാതിരി തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, മാവ് കഴിച്ച് വെച്ച്. അതിന് ശേഷം പിന്നെ കറീൻ്റെ പരിപാടിയിലേക്ക് കടന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് പനീർ ബട്ടർ മസാല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും അതെല്ലാം ഇട്ട് അതും ഒന്ന് മിക്സാക്കി ജീരകം ഇട്ട് ഞാൻ വിട്ടുപോയി പറയാം. പിന്നെ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റമുളക് ഇതെല്ലാം ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വേഗം ഉള്ളി വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള പൊടി ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മണം മാറുന്നവരെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വെന്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ച്. അതിന് ശേഷം ഞാൻ അതേ പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പനീറും ഫ്രൈ ചെയ്ത് 2 മിനിറ്റ് അത്രയേ ഉള്ളൂ, ഒന്നൊരു ബ്രൗൺ ഷെയ്ഡ് വരണം, എന്നിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ വെച്ച സാധനം അതെല്ലാം ഒന്ന് അരച്ചെടുത്ത് ഏതാണ്ട് പേസ്റ്റ് കണക്കിയാണ് വേണ്ടത്. അതിന് ശേഷം പിന്നെ പാത്രത്തിൽ ഞാൻ ബട്ടർ ഇട്ട് ജീരകം ഇട്ട് പിന്നെ കുറച്ച് ഉള്ളി ചെറുങ്ങനെ എരിഞ്ഞത് പിന്നെ ഞാനിത് അരച്ച് വെച്ച പേസ്റ്റ് അത് ചേർത്ത് കൊടുത്ത് പിന്നെ നല്ല കട്ടിയിലുള്ള കറി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ബാക്കി മസാലപ്പൊടി നേരത്തെ തന്നെ മസാലപ്പൊടി ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതാക്കുക. കശ്മീരി ചില്ലി പൊടിയാണ് ഇട്ടിന്. പിന്നെ പനീറും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു 5 മിനിറ്റത്തോളം വെച്ചാൽ മതിയാവും, ഓൾറെഡി എല്ലാം വെന്തയാണല്ലോ. നമ്മൾ പനീർ കറി സെറ്റായി. പിന്നെ ഞാൻ ചപ്പാത്തി വരത്താനിരുന്നു. വട്ടത്തിൽ ചപ്പാത്തി വരത്താനുള്ള ആഗ്രഹമാണ്, നമുക്ക് നോക്കാം വട്ടത്തിലാവും. പിന്നെ എന്തെല്ലോ ആടുന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നല്ല എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പം അതിനെല്ലാം റിപ്ലൈയും കൊടുത്തിട്ടാണ് ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെയിലിയർ ഇസ് സ്റ്റെപ്പ് ടു സക്സസ് എന്നാണല്ലോ. ഇത് ത്രികോണമാണ്, ഹെക്സഗണായി അല്ല പെന്റഗണായി പോയി. ഗൈസ്, എൻ്റെ അച്ഛൻ അതിവിദഗ്ധമായി ലൈറ്റ് ഓഫ് ആയി കളഞ്ഞു, അതുകൊണ്ട് ഇത്ര ലൈറ്റിംഗ് ഉള്ളൂ. ഫൈനലി എനിക്കൊരു വീണ്ടും ലൈറ്റിംഗ് വന്നു ഗൈസ്. ഫൈനലി വട്ടച്ചപ്പാത്തി എന്നുള്ള ആശയം വട്ടമായില്ലെങ്കിലും ഏതാണ്ടൊരു വട്ടം പോലെ പറയാം, അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ചപ്പാത്തി പരത്തിൽ നിന്നുള്ള അദ്ദേഹം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിത്രം വരച്ചില്ല, ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയും. ഞാൻ ഇങ്ങനെ ചിത്രം വരച്ചിരിക്കും, നല്ല രസമാണ്. ഒരു റൗണ്ട് ചപ്പാത്തി പോലും കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം അല്ലാണ്ട് വേറെ ഒന്നും. ഇനി പിന്നെ ഉണ്ടാക്കലാണ്, മുത്തശ്ശി തന്നെ ഉണ്ടാക്കി തുടങ്ങി ചപ്പാത്തി. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.